എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഈ പെല്ലറ്റിലുള്ള കൂൺ കൃഷിയാണ്. പെല്ലറ്റിൽ കാരണം ഈ അറക്കപ്പൊടി കിട്ടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലും പിന്നെ വീട്ടാവശ്യത്തിന് ചെയ്യുന്നവർക്കും മാത്രമാണ് ഈ പെല്ലറ്റ് വർക്കൗട്ട് ആവുന്നത്. ഇപ്പോൾ അറക്കപ്പൊടി കിട്ടാൻ എളുപ്പമുള്ള സ്ഥലങ്ങളിൽ അറക്കപ്പൊടി തന്നെയാണ് ഏറ്റവും നമുക്ക് നല്ലതും പിന്നെ കുറച്ച് റേറ്റ് നമുക്ക് കുറവുള്ളത്. അപ്പോൾ നല്ല ഇതായിട്ട് ചെയ്യുന്നവർക്ക് നല്ല ഫാമുകളിൽ വലിയ വലിയ ഫാമുകളിലൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഈ പെല്ലറ്റൊന്നും നടക്കില്ല. അറക്കപ്പൊടി കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ലത് ഈ പെല്ലറ്റാണ്. കാരണം ഇത് ഇരുന്നോളൂല്ലോ, അപ്പോൾ നമുക്ക് സൗകര്യം പോലെ കുറേശ്ശെ ചെയ്യാം. അതാണ് പെല്ലറ്റിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് നിങ്ങൾ ഇഷ്ടംപോലെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും. ഓരോരോ കിലോ ഓരോ കവറിലെടുക്കാം. എന്നിട്ട് അപ്പോൾ അതിന് നല്ല ഗേജുള്ള 50 മൈക്രോണിന് മുകളിൽ ഇതുള്ള കവറായിരിക്കണം. അതിനകത്തേക്ക് ഇട്ടിട്ട് 1.5 ലിറ്റർ ചൂടുവെള്ളം ഒഴിച്ച് കവർ മടക്കി വെച്ച് ചൂടാറുമ്പോൾ വിത്തിടുന്ന മെത്തേഡാണ് കണ്ടിട്ടുണ്ടാവണം. ഞാനിപ്പോൾ ഇത്തിരി കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക്, ഇപ്പോൾ 4 ബെഡാണ് ഉണ്ടാക്കാനുള്ളതാണ് എടുത്തത്. ഒരു പാത്രത്തിലേക്ക് 4 കിലോയ്ക്ക് വേണ്ട 6 ലിറ്റർ വെള്ളം എടുത്ത് അത് തിളയ്ക്കുമ്പോൾ അതിലേക്ക് കാൽസ്യം കാർബണേറ്റ് ഒരു ബെഡിന് 20 ഗ്രാം കണക്കിന് ഈ വെള്ളത്തിലേക്ക് കാൽസ്യം കാർബണേറ്റ് മിക്സ് ചെയ്ത് ഈ പെല്ലറ്റും അതിനകത്ത് ഇട്ട്, കുക്കറാണ് അതുകൊണ്ട് കുക്കർ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇത് നമ്മുടെ ഒരു കുക്കർ ഉള്ളതുകൊണ്ട് കുക്കർ എടുത്തു. കുക്കർ അടച്ച് മൂടി വെയിറ്റ് ഇട്ട് അവിടെ വെച്ചു. പിന്നെ അത് ചെയ്തത് രാവിലെ ചെയ്തു. ഇപ്പോൾ വൈകിട്ട് അതെടുത്ത് ബെഡുണ്ടാക്കി. ബെഡും കൈ മാക്സിമം തൊടാതെ ചെയ്യാനൊക്കെ ഉള്ള മെത്തേഡിലൊക്കെയാണ്. പക്ഷെ പൊടി കൈ കൊണ്ട് വാരിയാണ് ഇട്ടത് കേട്ടോ. കൈ കൊണ്ട് വിത്തെടുത്തെന്ന് വിചാരിച്ചിട്ടൊന്നും പ്രശ്നമൊന്നുമില്ല. നല്ല ക്ലീനായ കൈ കൊണ്ട് എടുത്താൽ മതി. ഇപ്പോൾ ഞങ്ങളൊക്കെ അറക്കപ്പൊടി ബെഡ് ഉണ്ടാക്കുന്നതെല്ലാം കൈ കൊണ്ട് എടുത്തിട്ട് തന്നെയാണല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരില്ല. നമ്മൾ നല്ല നീറ്റായിട്ട് ചെയ്താൽ മതി. നല്ല നീറ്റായ പ്ലേസും ആയിരിക്കണം, നീറ്റായ കൈയും ആയിരിക്കണം, അത്രേ ഉള്ളൂ. എന്നാലും കുറച്ചുകൂടി എളുപ്പമുണ്ട്. കവറിൽ ആദ്യം തന്നെ പൊടി നിറച്ച് വെക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒട്ടും ബെഡ് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും അത് ചെയ്യാൻ പറ്റും. കവർ നിറച്ച് പൊടി അങ്ങ് വാരി വയ്ക്കാം. മീതെ കുറച്ച് ചോളത്തിൻ്റെ വിത്തായിരിക്കണം കേട്ടോ, എന്നാലും ഇങ്ങനെ ഊർന്ന് താഴോട്ട് വീഴാൻ എളുപ്പമുണ്ടാവുള്ളൂ. മീതെ വിത്തിട്ടാൽ മതി. അപ്പോൾ പകുതി വിത്ത് ഇടുക. കവറെടുത്തത് 12-16 കവറാണ്. അടിയിൽ മൂലം അടുക്കി സ്റ്റാപ്ലർ ചെയ്ത് വെച്ചു. എന്നിട്ട് അതിലേക്ക് 2.5 കിലോ പൊടി, 2.5 കിലോ ഉണ്ടാവും. കാരണം 1.5 ലിറ്റർ വെള്ളം 1 കിലോ പെല്ലറ്റും, അപ്പോൾ 2.5 കിലോ ഉണ്ടാവും. 2.5 കിലോ വരും. കണക്കിന് ഇട്ട് വിത്തും ഇട്ട് നമ്മൾ അത് ക്ലോസ് ചെയ്ത് എടുത്ത് വച്ചിരിക്കുന്നു. അങ്ങനെയാണ് പെല്ലറ്റിൽ ചെയ്തത്. ഇനി ബാക്കി അതിൻ്റെ റിസൾട്ട് വന്നിട്ട് ഇടാം. ഈ പെല്ലറ്റ് കൃഷി എന്ന് പറഞ്ഞപ്പോൾ ഈ കൂണ് കൃഷി പഠിക്കുന്നവർക്ക് നല്ലൊരു സെലക്ഷനാണ് കേട്ടോ അത്. കാരണം അവർക്ക് 2 ബെഡ് ഉണ്ടാക്കി പഠിക്കാം, 3 ബെഡ് അങ്ങനെ കുറേശ്ശെ കൂട്ടി വരാനും പഠിക്കാനും എളുപ്പമാണ്. കാരണം ഈ അറക്കപ്പൊടിയൊക്കെ അന്വേഷിക്കുമ്പോൾ ഒരു ചാക്ക് അറക്കപ്പൊടിയൊക്കെ അല്ലെങ്കിൽ 2, 3, 10 ചാക്കൊക്കെ ആണെങ്കിൽ നമുക്ക് കിട്ടും. ഈ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇപ്പോൾ 2 ബെഡ് ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ 10 ബെഡ് അങ്ങനെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ പൊടി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചെയ്ത് പഠിക്കാൻ എളുപ്പമാണ് ഈ പെല്ലറ്റിലുള്ള കൃഷി രീതി. അപ്പോൾ കൂണ് കൃഷി പഠിക്കുന്നവർക്ക് വളരെ ഉപകാരമുള്ളൊരു കാര്യമാണ്. കാരണം കുറച്ച് ഒരു 25 കിലോയുടെ ചാക്കാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഏകദേശം അത് അവരുടെ അടുത്തുനിന്ന് തന്നെ വാങ്ങുകയാണെങ്കിൽ 26 രൂപ കിലോയ്ക്കൊക്കെ ഉള്ളൂ. പിന്നെ അത് നമ്മുടെ അടുത്ത് എത്തുന്ന പൈസയൊക്കെ കൂടി വരുമ്പോഴാണ് ഇത്തിരി കൂടി വരുന്നത്. 26 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് പോയാൽ കിട്ടും. പിന്നെ ഓരോരുത്തരുടെയും പിന്നെ ലൂസായിട്ട് വിൽക്കുമ്പോൾ ചിലരിപ്പോൾ കുറച്ച് മാർജിൻ ഇട്ട് വിൽക്കുള്ളൂ. കാരണം നമ്മളത് അവിടെ നിന്ന് എടുത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിച്ച് കൊടുക്കുമ്പോഴൊക്കെ